ഹായ് ഓൾ. നമുക്കിന്ന് പഠിക്കാനുള്ളത് വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീ എന്ന് പറഞ്ഞ ഒരു സോങ്ങിൻ്റെ ഒരു അനാലിസിസ് ആണ്. ഐറിഷ് ഡി മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ സോങ് റൈറ്ററാണ് അത് എഴുതിയിട്ടുള്ളത്. സോ ഐറിഷ് ഡി മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സിംഗർ ആൻഡ് മ്യൂസീഷ്യനാണ്. അവരുടെ ഒരു പാട്ടാണത്. ഓക്കെ, അതിൻ്റെ ഒരു തീമാറ്റിക് ആയിട്ടുള്ള സമ്മറിയാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആ പാട്ടിൽ പറയുന്ന തീംസ് എന്നുള്ളത്. അത് ഇവരൊരു അമേരിക്കൻ സിംഗറാണ്. അതുപോലെ ഗ്രാമി അവാർഡ് അമേരിക്കയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് ബെസ്റ്റ് സിംഗേഴ്സിന്. അതിൻ്റെ നോമിനിയാണ്. 2 വട്ടം അവർക്ക് അതിൻ്റെ നോമിനേഷൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ ടെക്സ്റ്റിലാണെങ്കിലും ഇൻട്രോ വളരെ കുറവാണ്. അതിനകത്ത് പേജ് 203-ലും 204-ലും പറയുന്ന സമ്മറി തന്നെയാണ് എവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓതറിനെ കുറിച്ച് അധികം ഇൻട്രോ ഇല്ല. ഒരു സിംഗറാണെന്ന് മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ളൂ. പക്ഷേ അവരുടെ തീംസ് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ദ സോങ് വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീ ഡീൽസ് വിത്ത് സൊസൈറ്റിയിൽ ഇനീക്വാളിറ്റി ഇൻ അമേരിക്ക ആസ് വെൽ ആസ് ദ വേൾഡ്. അമേരിക്കയിലും മൊത്തത്തിലുള്ള വേൾഡിലുമുള്ള സൊസൈറ്റിയിൽ നടക്കുന്ന ഇനീക്വാളിറ്റികളെ കുറിച്ചിട്ടാണ് ഈ സോങ്ങിൽ പറയുന്നത്. ഓക്കെ, so her song belief that the evil must be identified, exposed and publicly condemned influenced her to come up with the politically alligated album What I Should. സോ ഈ ഒരു കാര്യത്തെ വെച്ചിട്ടാണ് അവർ ഈ ഒരു സോങ്ങിൻ്റെ ആൽബം ഇറക്കാനുണ്ടായ കാരണം. അതായത് ഇനീക്വാളിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈവിളായിട്ടുള്ള ആളുകളെ എക്സ്പോസ് ചെയ്യണം, അവർ പുറത്ത് അറിയപ്പെടണം, അവരെ പൊളിറ്റിക്കൽ അജണ്ടാസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം, അവരിങ്ങനെ എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്യണത് എന്തിനാണെന്നുള്ളത് ലോകം അറിയണം. സോ ഇവരുടെ വർക്ക് അവർ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു പർപ്പസിനാണ്. ഓക്കെ, സോ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ ഈസ് എ കോൾ ടു ആക്ഷൻ. സോ ഈ ഒരു സോങ്ങിൽ അവരതിനുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ എടുത്തിട്ടുള്ള ഒരു സോങ് ലിറിക്സ് ആണ്. ഓക്കെ, ചില കാര്യങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ദീസ് ആർ ലൗഡ് ആൻഡ് ദർ സേ ദർ ഇസ് ഗുഡ് ആൻഡ് ദർ ഇസ് ഈവിൾ, വിച്ച് സൈഡ് ആർ യു ഓൺ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ അതിനകത്ത് പല കാര്യങ്ങളും പറയണത്. ഓക്കെ, നല്ലത് ചീത്തതും ഉണ്ട്, ചീത്തതിൻ്റെ സൈഡിൽ നമ്മൾ ആരെയും നിൽക്കും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ദ പോയിഗൻ സോങ് അഡ്രസ് തീംസ് സച്ച് ആസ് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഹിപ്പോക്രസി, കോർപ്പറേറ്റ് ഗ്രീഡ് ആൻഡ് ഗ്രോയിങ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന തീംസ്. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഹിപ്പോക്രസി, ആളുകൾ പല പല സ്വഭാവത്തിലുള്ള കാണിക്കുന്നതാണ് ഹിപ്പോക്രാറ്റിക്സ് എന്ന് പറയുക. സോ കോർപ്പറേറ്റ് ഗ്രീഡ്, ഒരാളുകളുടെ ഞാൻ പറഞ്ഞില്ലേ കോർപ്പറേറ്റുകൾ ഇങ്ങനെ അവരുടെ കാശ് മാക്സിമം ഉണ്ടാക്കാനായിട്ട് സാധാരണ ആളുകളെ ചൂഷണം ചെയ്യൽ. അതുപോലെ തന്നെ റിച്ച് പുവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് വളരെ വലുതായിട്ട് ബിൽഡ് ആവല്, ഇതൊക്കെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുക. സോ ഫ്രീഡം എന്ന് പറയുന്നത് ഈസ് ദ പ്രിവിലേജ് ഓഫ് ദി അഫ്ലുവൻറ്റ് പീപ്പിൾ ആൻഡ് ദ എക്സ്പെൻസ് ഓഫ് അതർ ഹ്യൂമൻ ബീയിങ്സ്. ഫ്രീഡം എന്ന് പറയുന്നത് ഒരു പ്രിവിലേജാണ് അവർക്ക്, വലിയ വലിയ ആളുകൾക്ക്. അതുപോലെ തന്നെ മറ്റൊരാളുടെ ലൈഫ് തകർത്തിട്ടായിരിക്കും ഈ ഫ്രീഡം അവരെടുക്കുന്നുണ്ടാവുക. US concept of freedom that so many of us buy into. Demon sings about the preachers who engage in politics, politicians who rely on corporate money, and CEO who earn huge salaries while opposing minimum wages to working class. ഈ പാട്ടിൽ ഒരു പ്രധാനമായിട്ടും പറയുന്ന സംഭവങ്ങൾ ഇതാണ്. അതായത് പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്ന എന്താ പറയുക പ്രീച്ചേഴ്സ്, എന്താ പറയുക പള്ളിയിലച്ചന്മാർ, അങ്ങനത്തെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നു. പൊളിറ്റീഷ്യൻസ് കോർപ്പറേറ്റുകളുടെ കാശ് നോക്കിയിരിക്കുന്നു. അതായത് കോർപ്പറേറ്റുകളുടെ കാശ് കിട്ടിയിട്ട് പൊളിറ്റീഷ്യൻസ് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ CEOs, വലിയ വലിയ കമ്പനിയുടെ CEOs വലിയ സാലറി വാങ്ങിയിട്ട് ബാക്കിയുള്ള പണിക്കാർക്ക് മിനിമം വേജ് കൊടുക്കുന്നു. വർക്കിംഗ് ക്ലാസ്സിന് വളരെ മിനിമം ആയിട്ടുള്ള വേജ് കൊടുക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആൾ. The song also touches theme of imprisonment of poverty, stricken youth and overall sense of disillusionment with the American dream. അതുപോലെ തന്നെ വേറെ ഇതിൽ പറയുന്ന തീമുകളാണ് പോവർട്ടി, അതിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ യൂത്തിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവർ പണിക്കുള്ളൊരു വസ്തുവായി മാറ്റുക, അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ തന്നെ അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്, അതായത് എല്ലാ ആളുകളും റിച്ച് ആവണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രീമാണ് അമേരിക്കൻ ഡ്രീം. അത് എങ്ങനെയാണ് ആളുകളെ നശിപ്പിക്കണത്, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുകയാണ്. സോ ഇനീക്വാളിറ്റി, ഇൻജസ്റ്റിസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് റിഫ്ലക്റ്റ് ആകുന്നത് പുതിയ വേൾഡിൽ, അമേരിക്കയിൽ എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഞാനെൻ്റെ ലിറിക്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു പോവാം. സോ അതൊരു സോങ് ആണ്. ലിറിക്സ് വായിച്ച് ജസ്റ്റ് ഒരു ഓവറോൾ മീനിങ് പറഞ്ഞു പോവാം. Living in the wasteland of free, we got preachers dealing in politics and diamond miners, and their speech is growing increasingly unkind. They say they are Christ's disciple, but they don't look like Jesus to me, and it feels like I am living in the wasteland of free. ഓക്കെ, വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒന്നും വളരാത്ത ലാൻഡിനാണ് വേസ്റ്റ് ലാൻഡ് എന്ന് പറയാം. അവിടെ ഒന്നും വളരില്ല, ചെടി വളരില്ല, മനുഷ്യൻ ജീവിക്കില്ല, അങ്ങനത്തെ ഒരു ലാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകം എന്നാണ് ഈ ഒരു ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ആൾ തുടക്കം തന്നെ പറയണത് എന്താണ്, ഈ പ്രീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ദൈവത്തിൻ്റെ സ്തുതി പാടുന്ന ആളുകളുടെ വായെന്ന് വരെ ഇപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതികൾ കേൾക്കാൻ പറ്റുന്നില്ല. അവർ കൂടുതലും പൊളിറ്റീഷ്യൻസിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഡയമണ്ട് മൈനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് റിച്ച് ആയിട്ടുള്ള പ്രീച്ചേഴ്സായിട്ട് ഉള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ സ്പീച്ചൊക്കെ ഭയങ്കര അൺകൈൻഡാണ്. അതുപോലെ തന്നെ അവർ ക്രൈസ്റ്റിൻ്റെ ഡിസൈപ്പിൾസാണ്, പള്ളിയിലച്ചന്മാർ പറഞ്ഞാൽ ജീസസിൻ്റെ ശിഷ്യന്മാരാണ്. അവർ അങ്ങനത്തെ ശിഷ്യന്മാരാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഞാനിപ്പോൾ ഒരു ഒരു ഫ്രീ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡിൽ ഇരിക്കണ പോലെയാണ് തോന്നുന്നത്. വി ഗോട്ട് പൊളിറ്റീഷ്യൻസ് റണ്ണിങ് റേസസ് ഓൺ കോർപ്പറേറ്റ് ക്യാഷ്. Now don't tell me they don't turn around and kiss them people as you may call me old fashioned, but that don't fit my picture of a true democracy. And it feels like I'm living in the wasteland of free. പിന്നെ ആൾ പറയാണ് പൊളിറ്റീഷ്യൻസ് ബാക്കിയുള്ളവരുടെ കോർപ്പറേറ്റുടെ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിനെ നമുക്ക് കാണാൻ പറ്റും. അത് അവർ ഭയങ്കര ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള രീതിയിൽ ഡെമോക്രസിയെ പിക്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ മാക്സിമം ക്യാഷ് ഉരുട്ടിയെടുക്കാനുള്ള സ്വഭാവം കാണിക്കുന്ന പൊളിറ്റീഷ്യൻസിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വി ഗോട്ട് CEOs മേക്കിംഗ് 200 times the workers pay, but they will fight like hell against raising minimum wage. വലിയ വലിയ കമ്പനിയുടെ CEOs ഒരുപാട് കാശ് അവർ ഉണ്ടാക്കിയിട്ട് വളരെ മിനിമം വേജ് വർക്കേഴ്സിനെ പണിയെടുപ്പിക്കുന്ന CEOs നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെന്താണ്, ദേ വിൽ ഫൈറ്റ് ലൈക്ക് ഹെൽ. അവരൊരുമാതിരി പ്രാന്ത് പിടിച്ച പോലെ ആ സ്റ്റേറ്റ്മെൻറ്റിനെ തള്ളി ഇല്ലാതാക്കി കളയും. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് മിസ്റ്റർ ദെൻ ഷിപ്പ് യുവർ ജോബ്. നമ്മളെന്തെങ്കിലും ചോദിക്കാൻ പോയിട്ട് നമുക്ക് ഇഷ്ടമല്ല ജോലി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് പൊക്കോ, അങ്ങനെ പറയുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീയിൽ കിടക്കുന്നുണ്ട്. ടു സം തേർഡ് വേൾഡ് കൺട്രി ക്രോസ് ദ സീ. നീ പൊക്കോളോ, ഇവിടുത്തെ ജോബ് ചെയ്യേണ്ട ഏതെങ്കിലും തേർഡ് വേൾഡ് കൺട്രിയിൽ പോയിട്ട് ജോബ് ചെയ്തോളൂ. സോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാനിപ്പോൾ ജീവിക്കുന്ന ഒരു വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീ ആണെന്ന് തോന്നുന്നു. ഫ്രീ ആയിട്ടുള്ളൊരു വേസ്റ്റ് ലാൻഡിൽ വേർ ദ പുവർ ഹാവ് ന്യൂ ബിക്കം the enemy, let us blame our troubles on the weak ones. Sounds like some kind of Hitler remedy. ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീ. ഈ ഒരു കാലത്ത് പുവറായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ എല്ലാവരുടെയും എനിമി ആയിട്ടുള്ളത്. ഓക്കെ, പുവറായിട്ടുള്ള ആളുകൾ വീക്കായിട്ടുള്ള ആളുകളായിട്ട് ഒരിക്കലും അവർ കാണുന്നില്ല. അവരെന്തോ മറ്റേ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ എനിമീസായിട്ടാണ് പുവറായിട്ടുള്ളവരെ കാണുന്നത്. ഒരു തരം ഹിറ്റ്ലറിൻ്റെ റെമഡി പോലെ എല്ലാവരെയും ചിലപ്പോൾ ഒരുപക്ഷെ ഇല്ലാതാക്കാനുള്ളൊരു ഇത് ഇവർ കൊണ്ടുവന്നേക്കാം. We got little kids with guns fighting the inner city war. So what do? We put these little kids behind prison doors and we call ourselves to the advanced civilization. That sounds like crap to me. അതായത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ വരെ കയ്യിൽ ഗണ്ണ് ക്യാരി ചെയ്തിട്ട് സ്കൂളിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിറ്റി വാർസ് നടത്തുന്നത് കുട്ടികളാണെന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവരെ ജയിലിലിട്ട് അടയ്ക്കുകയാണോ പറ്റുള്ളൂ? എന്നിട്ട് നമ്മളെ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ആണെന്ന് വിളിക്കുകയാണോ വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കുക. ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷനിൽ കുട്ടികൾ ഗണ്ണ് കൊണ്ടുപോയിട്ട് ഗ്യാങ് വാറുകൾ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പരസ്പരം ഷൂട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണോ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ ചെയ്യേണ്ടത്? ഇതെനിക്ക് ശരിക്കും ഒരു ക്രാപ്പ് പോലെയാണ് തോന്നുന്നത്. നമ്മൾ പറയില്ലേ, വെറും ഒരു വേസ്റ്റ് പോലുള്ള ഒരു സിവിലൈസേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാനൊരു വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീയിൽ ജീവിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലത്താണ്. We got high school kids running around in Calvin Klein and Guess who can't pass a 6th grade reading test, but if you ask them they can tell you the name of every crotch on my TV. അതുപോലെ തന്നെ പുതിയ 6th ഗ്രേഡ് പോലും പാസ്സാകാത്തുള്ള കുട്ടികൾ ഈ കാൽവിൻ ക്ലൈൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്, എക്സ്പെൻസീവ് ബ്രാൻഡാണ്. ആ ഡ്രസ്സ് ഇട്ടിട്ട് വരെ നടക്കുന്നു. അവർക്ക് 6ാം ക്ലാസ്സിൽ റീഡിങ് ടെസ്റ്റ് പോലും പാസ്സാവാൻ അറിയില്ല. പക്ഷെ അവർക്ക് TV-യിലെ ഓരോ ചാനൽസും ഓരോ സെലിബ്രിറ്റീസിനെ കുറിച്ചിട്ടും അറിയാം. ഒരു പൊട്ടനായിട്ടുള്ളൊരു ജനറേഷൻ, പൊട്ടത്തരത്തിലുള്ള ജനറേഷൻ ഓഫ് കുട്ടികൾ ആണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ പ്രധാനമായിട്ടും. We kill for oil, then we throw a party when we win. Some guy refuses to fight. Well, we call that the sin, but he's standing up for what he believes in, and that seems pretty damned American to me. അതുപോലെ തന്നെ നമ്മൾ ഓയിലിന് വേണ്ടിയിട്ട് ആളുകളെ കില്ല് ചെയ്യാണ്. അത് ഈ പലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഓയിൽ ഡെപ്പോസിറ്റ്സ് ആണ് അമേരിക്ക ലൂട്ട് ചെയ്തിട്ടുള്ളത്. അവരെ പരസ്പരം കൊന്നിട്ട് ഇവർ പാർട്ടി നടത്തുക, ഇവരെന്തോ ജയിച്ച പോലെ. ഓക്കെ, സോ ഇവരെ കൊന്നിട്ടുള്ള ഈ പാപമൊക്കെ നമ്മൾ എവിടെ പോയിട്ടാണ് തീർക്കുക? ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ ആ ഒരു ലൈഫിനെ എവിടെ പോയിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുക? ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മൾ എന്തോ വലിയ സംഭവമായെന്ന് പറഞ്ഞുള്ള അർത്ഥം? സോ ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ഫ്രീ വെർ ദ പുവർ ഹാവ് നൗ ബിക്കം എനിമി, ലെറ്റ് us blame the troubles on the weak ones. Sounds like some kind of Hitler remedy. സോ ഇപ്പോൾ നമുക്കെന്താണ്, നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് ലാൻഡിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ എനിമിയെ നമുക്ക് ബ്ലെയിം ചെയ്യാം. ഓക്കെ, അതായത് പാവപ്പെട്ട ആളുകളെ നമുക്ക് നമ്മുടെ എനിമീസ് ആക്കാം.
അത് അവർ കാരണമാണ് അമേരിക്ക ഡെവലപ്പ് ചെയ്യാത്തത്, അവർ കാരണമാണ് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അവർ കാരണമാണ് പ്രൊഡക്ഷൻ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലെയിം ചെയ്യാം. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹിറ്റ്ലർ റെമഡി. ഓക്കെ, ഹിറ്റ്ലർ റെമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറിനെ അറിയാമല്ലോ, അയാൾ പറഞ്ഞ കാര്യം എന്താണോ അത് അതേപടി ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യാറ്. ഇതൊരു ഡെമോക്രസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വൈൽ വി സീറ്റ് ഗ്ലോട്ടഡ് ഇൻ അവർ ഗ്രേറ്റ്നസ്, ജസ്റ്റിസ് ഈസ് ഷ്രിങ്കിങ് ടു ദ ബോട്ടം ഓഫ് ദ സീ. നമ്മളിവിടെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ നീതി എന്ന് പറഞ്ഞിട്ടുള്ളത് കടലിനടിയിലേക്ക് താന്ന് സിങ്ക് ചെയ്ത് പോവുകയാണ്. ഒരു കാര്യം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ലാൻഡ് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറും. ഇങ്ങനെയാണ് ഈ ഒരു പോയത്തിലെ എക്സ്പ്ലനേഷൻ.